ഹലോ എവ്രിവൺ, സീ ഫീവർ എന്ന കവിതയിൽ നിന്ന് ഇനി വരുന്ന ക്രിസ്മസ് എക്സാമിന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാറുള്ളത് അത് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അപ്രീസിയേഷൻ അല്ലാതെ നിങ്ങൾക്ക് ഇതുപോലെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതിന്റെ ആൻസർ നമുക്ക് നോക്കാൻ പോവാണ്. ഇതിന്റെ ആൻസർ കിട്ടുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു കവിത മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളതിനെ പറ്റി ഏകദേശം ഐഡിയ കിട്ടും. നോക്കാം. ഇങ്ങനെയാണ് ഓരോ കവിതയിൽ നിന്നുള്ള 4 ലൈൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആ 4 ലൈൻസ് തന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ തരും. നമുക്ക് ആ 4 ലൈൻസ് നോക്കാം. ആ 4 ലൈൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെങ്തി ആയിട്ടുള്ള ലൈനാണ്. അത് ജസ്റ്റ് 2 ലൈനാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അതിന് ജസ്റ്റ് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്താക്കുന്നത്, സെപ്പറേറ്റ് കളർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ഓരോ കളറും ഓരോ ലൈൻ ആണെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് does the poet long for the most in this line? ഈ കവിതയിൽ ഏറ്റവും കൂടുതൽ കവി ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ് ആഗ്രഹിക്കുന്നത്? ഐ മസ്റ്റ് ഗോൺ ടു ദ സീസ് അഗെയിൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ തന്നെ സെയിം വേർഡ് എഴുതി വെക്കണം. നമുക്ക് എഴുതാൻ പറ്റും ഐ വിഷ് ടു, ഹി വിഷ് ടു, അല്ലെങ്കിൽ ടു റിട്ടേൺ ടു ദ സീ അഗെയിൻ എന്ന് എഴുതി പറ്റും. ഹി വിഷ് ടു റിട്ടേൺ ടു ദ സീ അഗെയിൻ എന്ന് പറയാൻ പറ്റും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ആൻ എക്സാമ്പിൾ ഓഫ് അലിട്രേഷൻ ഫ്രം ദ ഗിവൺ ലൈൻ. ഇതിൽ ഏതെങ്കിലും അലിട്രേഷൻ ഉണ്ടോ? നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. ഇവിടുത്തെ അലിട്രേഷൻ എന്ന് പറയുന്നത് യെസ്, വീൽസ് കിക്കിലെ വായും അതുപോലെ തന്നെ വിൻസ് സോങ്ങിലെ വായും. വാവ സൗണ്ട് ഈസ് റിപ്പീറ്റിംഗ്. ഓക്കെ, വീൽസ് കിക്കിലെ ഈ ഒരു സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അലിട്രേഷൻ ആണ്. നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഈസ് ദ സീ ഡിസ്ക്രൈബ്ഡ് ഇൻ ദിസ് പോം? ഈ ഒരു കവിതയിൽ കടലിനെ എങ്ങനെയാണ് വർണ്ണിച്ചിട്ടുള്ളത്? എങ്ങനെയാണ് കടലിനെ വർണ്ണിച്ചിട്ടുള്ളത്? കടലിനെ പറഞ്ഞിട്ടുണ്ട് ലോൺലി സീ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ലോൺലി സീ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല വേറൊരു മിസ്റ്റ്, ഗ്രേ മിസ്റ്റ് ഉണ്ട് എന്ന് പറയുന്നുണ്ട് അല്ലേ? ഗ്രേ മിസ്റ്റ് ഉണ്ട് കടലില് എന്ന് പറയുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോഴേക്കും നമുക്ക് ആ ഒരു കടലിനെ പറ്റി അതാണ് വിവരിച്ചത് എന്ന് പറയാൻ പറ്റും. ഓക്കെ, മിസ്റ്റി ആണ് എന്നൊക്കെ അതിൽ പറയുന്നുണ്ട്. ഇനി ഒരു 2 ക്വസ്റ്റ്യനും ഉണ്ട്. ടോട്ടലി 5 ക്വസ്റ്റ്യൻ ആണ് പൊതുവെ ഉണ്ടാവാറുള്ളത്. അങ്ങനെ 2 ക്വസ്റ്റ്യൻ, 3 കഴിഞ്ഞ് 2 ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ഇടയ്ക്കൊരു കാര്യം, നമ്മുടെ നിഞ്ച ബാച്ച് ഇപ്പോൾ ഓണാണ്. ആ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ 15% ഓഫർ ഉണ്ട്. നമ്മുടെ വിദ്യാരംഭം പ്രമാണിച്ചുള്ള ഓഫർ എക്സ്റ്റെൻഡ് ചെയ്താണ്. സോ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. ഈ പ്രൈസ് അല്ല, ഈ പ്രൈസിൽ 15% ഓഫറോട് കൂടി നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റൈം സ്കീം ഓഫ് ദ ലൈൻ? ഈ ലൈനിലുള്ള റൈം സ്കീം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. ഇതാണ് റൈം സ്കീം. സ്കൈ, ബൈ ആൻഡ് ഷെയ്ക്കിംഗ്, ബ്രേക്കിംഗ്, AABB എന്നുള്ളതാണ് ഇതിന്റെ റൈം സ്കീം. ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ പോയറ്റ് ആസ്ക് ഫോർ ടു ഗൈഡ് ഹിസ് ഷിപ്പ്? അദ്ദേഹത്തിന്റെ ഷിപ്പ് ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തോ ഒരു സാധനം അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്, അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അതെന്താണെന്നുള്ളത് കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലെ ധാരാളം വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിടാം. താങ്ക് യു, ബൈ.